SVT ടോക്സിലേക്ക് സ്വാഗതം. ലഹരി മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം എത്രത്തോളം രൂക്ഷമാണ് കേരളത്തിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതിന് കേരള സർക്കാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? നമുക്കറിയാം, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സും പോലീസ് ഫോഴ്സും അല്ലെങ്കിൽ മറ്റു ഫോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റിപ്പോർട്ടുകളും കേരള സർക്കാർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്ര പേരെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര കേസ് രജിസ്റ്റർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത്ര കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിപ്പോർട്ടുകളും സർക്കാർ പുറത്തിറക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ ഇതിൽ എത്ര കേസുകൾ ശിക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ എത്ര പേര് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് ഇതുവരെ സർക്കാർ പുറത്തു പറഞ്ഞില്ല. അതെന്തുകൊണ്ടാണ്? ഈ റിപ്പോർട്ടൊക്കെ പറയുമ്പോൾ സർക്കാർ ഈ റിപ്പോർട്ടും കൂടി പറയണ്ടേ? എത്ര പേരെ ശിക്ഷിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി അത് പറയുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം ഹോം മിനിസ്ട്രി, അതായത് സെൻട്രൽ ഹോം മിനിസ്ട്രി രാജ്യസഭയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട്. നമുക്ക് ആ റിപ്പോർട്ട് ഒന്ന് നോക്കാം. അത് എന്റെ സ്റ്റേറ്റിലെ എല്ലാ സ്റ്റേറ്റിനും കൂടി കൊടുത്താണ്. അതിൽ കേരളത്തിൽ നമുക്ക് നോക്കാം. കേരളത്തിലെ 2022 ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 26,918 കേസുകളാണ്. എന്നാൽ ഇതിൽ ഒരു കേസിൽ പോലും ശിക്ഷ ലഭിച്ചിട്ടില്ല. 2023 കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 30,715 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലും ഒരു കേസിൽ പോലും ശിക്ഷ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ശിക്ഷ നൽകിയിട്ടില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ് ശിക്ഷ നൽകാതെ? ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും ഒരു കേസിൽ പോലും ശിക്ഷ വിധിച്ചിട്ടില്ല. 2024 കേസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 27,701 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഈ ഡ്രഗ് റിലേറ്റഡ് കേസസ്. എന്നാൽ അതിൽ ശിക്ഷ ലഭിച്ചിട്ടുള്ളത് 2 കേസുകളിൽ മാത്രമാണ്. 2 കേസുകളിൽ ഭാഗ്യം എന്ന് പറയാം, 2 കേസുകളിലും ശിക്ഷ ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശിക്ഷ നൽകിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും, രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ശരി, ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ തുണ്ടി മുതൽ, അതായത് കഞ്ചാവ്, ഏത് കേസാണെന്ന് അറിയില്ല, ഏത് കേസാണെന്ന് ആ ലഹരി പദാർത്ഥം പോലീസ് സീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എവിഡൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എവിഡൻസ് ഉണ്ടാവും, കാരണം അല്ലാതെ പോലീസ് അറസ്റ്റ് ചെയ്യില്ലല്ലോ ഇങ്ങനത്തെ കേസുകളിൽ. അപ്പോൾ എവിഡൻസും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും ശിക്ഷ ലഭിക്കാത്തത്? ഈ പറഞ്ഞ കേസുകളിലെ പ്രതികളൊക്കെ ഇപ്പോൾ പുറത്തുണ്ടാവും, ജാമ്യം കിട്ടിയിട്ട് പുറം ലോകത്ത്, കേരളത്തിൽ തന്നെ ഇങ്ങനെ വിലസി നടക്കുന്നുണ്ടാവും. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. തെളിവുകളും ഇത്രയും അധികം കേസ് ഉണ്ടായിട്ടും അതിൽ ഒരു കേസിൽ പോലും ശിക്ഷ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ സർക്കാർ ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പോലീസ് ആവട്ടെ, നാട്ടുകാരാവട്ടെ, എക്സൈസ് ആവട്ടെ, നാർക്കോട്ടിക് ആവട്ടെ, എല്ലാവരും പരക്കം പായുകയാണ് ഈ ലഹരി മരുന്ന് എന്നൊരു കാര്യം നിർത്തലാക്കാൻ വേണ്ടിയിട്ട്, പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട്. ഇവരിങ്ങനെ നട്ടോട്ടം ഓടിയിട്ട് എന്താണ് കാര്യം? ഇവർ ഓടി അറസ്റ്റ് ചെയ്യുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു. കണ്ടില്ലേ, ഒരാളെ പോലും ശിക്ഷിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇവർ ഓടേണ്ട ആവശ്യം? പൊതുജനങ്ങളുടെ ടാക്സ് പണം കൊണ്ട് ഡീസലും അടിച്ച് പോലീസ് തെക്ക് വടക്ക് സഞ്ചരിക്കും, എന്നിട്ട് ആളുകളെ അറസ്റ്റ് ചെയ്യും, അതിനുശേഷം കേസ് രജിസ്റ്റർ ചെയ്യും, എന്നിട്ട് പ്രതികൾക്ക് ശിക്ഷയും ലഭിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇവരൊക്കെ അറസ്റ്റ് ചെയ്യാൻ നടക്കുന്നത്? വെറുതെ പൊതുജനങ്ങളുടെ പൈസ കളയാൻ വേണ്ടിയിട്ടോ? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫർമേറ്റീവ് ആയി തോന്നിക്കാനാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me, and stay tuned for another video. Okay, thank you.